ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ അഗെയിൻ ഒരു മിൽക്ക് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഒരു സ്ട്രോബെറി മിൽക്ക് കേക്ക്, അതേപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത് അതിനും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പിസ്താഷ്യൂസ് വെച്ചിട്ടുള്ള ഒരു മിൽക്ക് കേക്കാണ്. പിസ്ത നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് കേക്കിൽ ആഡ് ചെയ്തിട്ട് നല്ലൊരു പിസ്ത കേക്കും അതുപോലെ തന്നെ പിസ്തൻ്റെ എസെൻസ് ഒക്കെ ചെയ്തിട്ടുള്ള 3 മിൽക്കും കൂടി ഒഴിച്ചിട്ടുള്ള നല്ലൊരു മിൽക്ക് കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് വേണ്ടത് നമുക്ക് 1/4 കപ്പ് പിസ്താഷ്യൂസാണ്. ഇത് ഉപ്പില്ലാത്ത പിസ്താണ്, അപ്പോൾ ഉപ്പില്ലാത്തത് തന്നെ എടുക്കുക. എന്നിട്ട് അത് നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അധികം ഫൈനായിട്ട് വേണ്ട, ചെറിയൊരു തരിയോടുകൂടി ഇതേപോലെ പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സിഫ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് 1/4 കപ്പ് മൈദ ആണ്. നമ്മളിപ്പോൾ 7 ഇഞ്ച് ആ ഒരു വലുപ്പത്തിലുള്ള പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി മതി. അപ്പോൾ നമ്മൾ പാത്രത്തിനനുസരിച്ച് റെസിപ്പി കൂട്ടിയും കുറച്ചും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് സിഫ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ പിസ്ത പൊടിച്ചത് ഇപ്പോൾ ആഡ് ചെയ്യേണ്ട, സിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതൊന്ന് സിഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിസ്ത ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ വേണ്ടി മതി. നമുക്ക് പൊടിച്ച് വെച്ച പിസ്ത ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യമുള്ളത് 4 മുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ബാറ്റർ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മൾ ഓയിലോ ബട്ടറോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അല്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ക്രീമും മിൽക്കും ഒന്നും ഒഴിക്കാണ്ട് നമുക്കൊരു പിസ്ത കേക്കൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ ഈ ഒരു സെയിം റെസിപ്പി ഫോളോ ചെയ്താൽ മതി. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് കേക്കാണ് ഈ റെസിപ്പിക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ കേക്ക് മാത്രം ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ 1/2 കപ്പ് എടുത്തത് നമ്മൾ മിൽക്കൊക്കെ ഒഴിക്കുന്നതിനെ കൊണ്ട് അതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുമല്ലോ, അതിനെ കൊണ്ടാണ് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. നമ്മൾ കേക്ക് മാത്രം ഉണ്ടാക്കുമ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ ബാറ്റർ ഈ ഒരു പരുവായിട്ടുണ്ട്. ഈ ഒരു ബലൂൺ റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയും. നമ്മൾ ബാറ്റർ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ലൂസായിട്ട് ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്, ഓവർ ബീറ്റ് ആവരുത്. അപ്പോൾ അത്രയും എത്തിയാൽ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പം 1/4 കപ്പ് നേരെ ചൂടുള്ള തണുപ്പൊക്കെ മാറിയ പാൽ, റൂം ടെമ്പറേച്ചറുള്ള പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 5-6 ഡ്രോപ്സ് പിസ്തൻ്റെ എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഗ്രീൻ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കേക്കിൽ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. കളർ ചെയ്തെടുത്താൽ നല്ലൊരു ഗ്രീനിഷ് കളർ കേക്കിന് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ജെൽ കളർ ഉണ്ടെങ്കിൽ ആ പാലിലേക്ക് മിക്സ് ആക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ജസ്റ്റ് പാലും അതേപോലെ തന്നെ പിസ്തൻ്റെ എസെൻസും ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ബാറ്ററിലേക്ക് നേരത്തെ നമ്മൾ സിഫ്റ്റ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് കുറച്ച് നമ്മൾ പാലും പിസ്തയും കലക്കി വെച്ചത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ബാച്ച് ബൈ ബാച്ച് ആക്കിയിട്ട് നമുക്ക് മൈദൻ്റെ മിക്സും അതേപോലെ തന്നെ പാലിൻ്റെ മിക്സും ഒഴിച്ചു കൊടുക്കുക.
നമ്മളിങ്ങനെ ബാച്ച് ബൈ ബാച്ച് ഒഴിച്ചു കൊടുക്കുമ്പം ഏറ്റവും ലാസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. കാരണം നമ്മൾ വെറ്റ് ലാസ്റ്റ് ചെയ്യാണ്ട് ലാസ്റ്റ് നമ്മൾ മൈദൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ അവസാനിപ്പിക്കുക. അതാ ലാസ്റ്റ് മൈദൻ്റെ ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫൈനൽ മിക്സിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഗ്യാസ് സ്റ്റോപ്പ് ആണെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ ഇതാ നമ്മളെ ബാറ്റർ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു ബേക്കിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിപ്പം ഗ്ലാസിൻ്റെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ബേക്കിംഗ് ഡിഷാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് റൗണ്ട് ഇഞ്ചിലാണെങ്കിൽ നമുക്കൊരു 7ഓ 8ഓ ഇഞ്ചുള്ള പാൻ എടുക്കാം. സ്ക്വയർ ആണെങ്കിലും ആ ഒരു സൈസിലെടുക്കുക. ഇതിപ്പോൾ ഓവൽ ഷേപ്പാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് ഒക്കെ പോക്കാം. അപ്പോൾ നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോക്കിയെടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓവനിലേക്ക് 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടെടുക്കുക. ഓരോ ഓവനും ഓരോ പോലെയാണ്. അപ്പോൾ ഇതിൽ 170 ഡിഗ്രിയിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി അത് ബേക്ക് ആവട്ടെ. അപ്പോൾ നമുക്കിതിലേക്കുള്ള മിൽക്ക് സോസ് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് ഇവാപ്പറേറ്റഡ് മിൽക്കാണ്. അത് ഞാനൊരു കപ്പും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണും എടുക്കുന്നുണ്ട്. ഞാൻ ഇതേപോലത്തെ 2 ടിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ടിന്ന് 160 ml ആണ് ഒരു ടിന്ന് വരുന്നത്. അങ്ങനത്തെ 2 ടിന്നാണ് ഈ ഒരു റെസിപ്പിയിലേക്ക് ഞാൻ എടുക്കുന്നത്. ഇവാപ്പറേറ്റഡ് മിൽക്കും അതേപോലെ കണ്ടൻസ്ഡ് മിൽക്കും പാലുമാണ് എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം ഇതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഇതിലേക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. അത് ഉണ്ടായാലൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെ ഈ ഒരു മിൽക്ക് കേക്കിന്. അപ്പോൾ അതെന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഏതെങ്കിലും ഒരു 3 മിൽക്ക് ആയാലും മതി. അപ്പം ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ ഈ ഒരു ഇവാപ്പറേറ്റഡ് മിൽക്ക് ആവാൻ വേണ്ടിയിട്ട് നോക്കുക. 170 ഗ്രാമിൻ്റെ 2 ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് 160 ml 2 ടിന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ഇവാപ്പറേറ്റഡ് മിൽക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കളറ് ആവശ്യമില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാൻ പിസ്സൻ്റെ എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കളർ വേണമെങ്കിൽ ഒരു 1 to 2 ഡ്രോപ്സ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പിസ്സൻ്റെ എസെൻസ് ഒരു 3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും മതി. കളറിൻ്റെ ആവശ്യം ശരിക്കും ഈ മിൽക്ക് സോസിനില്ല. അപ്പോൾ ഈ പിസ്സൻ്റെ എസെൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി കേക്കിന് ടോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം സ്റ്റിഫ് പീക്സ് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. പിന്നെ നമുക്ക് ക്രീമിന് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. ഈ ഒരു ക്രീമിന് നമുക്ക് ഷുഗറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നല്ലോണം ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക.
അപ്പോൾ നമ്മൾ ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾ പാത്രം ഇങ്ങനെ കമത്തി പിടിക്കുമ്പോൾ വികാത്ത ആ ഒരു പരുവത്തിലായിട്ട് കിട്ടണം നമുക്ക്. അപ്പോൾ ഞാൻ കഴിഞ്ഞ മിൽക്ക് കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലൂസ് ക്രീമേനും കിട്ടിയിട്ടുള്ളത്. അത് ഡയറി ക്രീമേനും. ഇതിപ്പം നോൺ ഡയറി ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമായി. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ബേക്കായി വന്നതിന് ശേഷം ഒരു 10-20 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്നിട്ടൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു വയർ റാക്കിലേക്ക് ഇതൊന്ന് കമത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബാക്കിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. ഇത് നല്ലോണം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ചൂട് തണിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഉള്ളിലൊക്കെ നല്ലോണം ബേക്കായി നല്ല സോഫ്റ്റ് കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വയറാക്കിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ കേക്കൊക്കെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ആ ചൂടൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമുക്ക് ആ മോൾ ഭാഗത്ത് ഓവനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ ഒരു ഹാർഡ് പോർഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു കത്തി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് മാറ്റാം. അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് മാറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാവില്ല. ഓവനിലാകുമ്പോൾ നമുക്ക് മുകളിൽ മൊത്തം ഒരു ബ്രൗൺ ഷെയ്ഡ് വരും. അപ്പോൾ ഞാനിതൊക്കെ മാറ്റിയിട്ട് നമ്മൾ നേരത്തെ കേക്ക് ഉണ്ടാക്കിയ ആ ഒരു ഡിഷിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒരു ഫോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ സോസൊക്കെ പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മുഴുവൻ ഒഴിച്ചു കൊടുക്കേണ്ട, നമുക്കൊരു 1.5 കപ്പ് വരെ നമുക്ക് എടുത്ത് വെക്കാം സെർവ് ചെയ്യുന്ന സമയത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി മുഴുവൻ നമുക്ക് ഈ ഒരു കേക്കിലേക്ക് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ സോസൊക്കെ പെട്ടെന്ന് തന്നെ കേക്കിലേക്ക് നല്ലോണം ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം സോക്കായിട്ട് കിട്ടണം നമുക്ക് ഈ ഒരു കേക്ക്. അപ്പോൾ എല്ലാ സൈഡിലും സെൻറ്ററിലും ഒക്കെ നല്ലോണം ഈ ഒരു സോസ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ ഒരു കട്ടി ഇവാപ്പറേറ്റഡ് മിൽക്ക് യൂസ് ചെയ്യുന്നതിനെ കൊണ്ടാണ്. നമുക്ക് അത്രയും വേണമെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഒന്നും കൂടി തിക്നെസ് കുറയ്ക്കുക ഈ ഒരു സോസിൻ്റെ. സൈഡിലൊന്നും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി മറക്കരുത്, കാരണം സൈഡൊക്കെ കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ ആ സൈഡ്സിലൊക്കെ നല്ലോണം ഈ ഒരു സോസ് ഒഴിച്ചിട്ട് നല്ലോണം ഇതൊന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ജസ്റ്റ് എല്ലാ ഭാഗത്തും എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഭാഗം ഞാനിപ്പം റിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്, നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് ചെറിയൊരു ലെയർ കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നോസിൽ വെച്ചിട്ട് പൈപ്പിംഗ് ബാഗിൽ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ പ്ലെയിൻ ആക്കിയിട്ട് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസൈൻസ് ആക്കിയിട്ട് നമുക്ക് മുകളിൽ ടോപ്പ് ലെയർ ആക്കിയിട്ട് ക്രീം കൊടുക്കുക. അപ്പോൾ ആ ഒരു വർക്ക് കഴിഞ്ഞ് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സംഭവങ്ങൾ വേണം. ഞാനിപ്പോൾ കുറച്ച് ഡ്രൈ റോസിൻ്റെ പെറ്റൽസ് ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. നമ്മൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പിസ്താഷ്യൂസ് അതേപോലെ തന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായാൽ മാത്രമേ ആ ഒരു കറക്റ്റ് മിൽക്ക് കേക്കിൻ്റെ ആ ടെക്സ്ചർ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ സെർവ് ചെയ്യാണ്. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. ഞാനൊരു നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
നമ്മൾ ഒരു 6 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു മിൽക്കിൽ കിടന്നിട്ട് കേക്ക് നല്ലൊരു സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഒന്നും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം നമ്മൾ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ പിസ്താഷ്യൂസിൻ്റെ ഫ്ലേവറിൽ കേക്ക് ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് പിസ്സൻ്റെ കേക്ക് എന്ന് പറയുന്നത്. അത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ സോസില്ലേ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലെ വായിലിട്ടാൽ തന്നെ മതി, മെൽറ്റ് ഇൻ മൗത്ത് കേക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.